ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ തുടക്കം വഇദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅ്ബുദു ആബാഉകും വഖാലൂ മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറ വഖാല അല്ലദീന കഫറൂ ലിൽ ഹഖ് ലമ്മാ ജാഅഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രതികരിച്ചിരുന്ന വിഷയങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്, അല്ലേ? ഇത് മക്ക പ്രബോധന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദ്യം. സൂറത്ത് സബയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് വൈദാ തുത്ല അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ, അവർക്ക് നേരെ നമ്മുടെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ, ബയ്യിനാത്തിൻ, ബയ്യിനാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ നിലക്ക്, ഖാലു അവർ പറയും മാ ഹാദാ ഇല്ലാ റജുലുൻ, മാ ഹാദാ ഇദ്ദേഹം അല്ല, ഇല്ലാ റജുലുൻ ഒരു വ്യക്തിയല്ലാതെ, യുരീദു അൻ യസുദ്ദകും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിങ്ങളെ തടയുവാനാണ്. ഏതിനെ തൊട്ട്? അമ്മാ കാന യഅ്ബുദു ആബാഉകും നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട്. വലൈക്കും സലാം. നമ്മളിവിടെ തുടക്കാണ് പറഞ്ഞു വെച്ചത്, അല്ലേ? ഇവിടെ വൈദാ തുത്ല അലൈഹിം അവർക്ക് നേരെ പാരായണം ചെയ്യപ്പെട്ടാൽ, ആരാ പാരായണം ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പാരായണം ചെയ്യുന്ന ആൾ വ്യക്തമാണ്, അതുകൊണ്ടാണ് വൈദാ തുത്ല അലൈഹിം പാരായണം ചെയ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു കൊടുത്താൽ എന്ന് പറയാതെ ചുരുക്കി പറഞ്ഞത് പാരായണം ചെയ്യുന്ന വ്യക്തി അറിയപ്പെട്ട വ്യക്തിയാണ്. പിന്നെ പാരായണം ചെയ്യപ്പെടുന്നത് ആയാത്തുന നമ്മുടെ ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ രണ്ടുണ്ട്. ഒന്ന് ആയത്തുകൾ, ഊതുണ ആയത്തുകൾ, മറ്റൊന്ന് ദൃഷ്ടാന്തങ്ങൾ. ഇവിടെ ഉദ്ദേശം പിന്നെ മഖ്റൂ ആയ പാരായണം ചെയ്യപ്പെടുന്ന ആയത്തുകളാണ്. അത് ബയ്യിനാത്തിൻ വ്യക്തമായ നിലക്കാണ്. വ്യക്തമായ നിലക്ക് എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധ ഖുർആന്റെ പദങ്ങൾ അറബി അക്ഷരങ്ങളാൽ കോർക്കപ്പെട്ടതാണല്ലോ, ആ നിലക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളും വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങളും വ്യക്തമാണ്. അപ്പോൾ ആ നിലക്ക് വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ ഖാലു അവർ പറയും മാ ഹാദാ ഇല്ലാ റജുലുൻ, എന്താ ഇയാൾ ഒരു മനുഷ്യൻ മാത്രമാണ്. ഇല്ലാ റജുലുൻ നമ്മളതിൽ അവിടെ നമ്മളിപ്പോൾ ഒരു സംഭവം പറഞ്ഞല്ലോ. ഈ റജുലുൻ എന്ന് പറയുന്നത് അവരെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്തിഖ്ഫാഫ് ചെയ്യാനാണ്, ഒറ്റ നിസ്സാരവൽക്കരിക്കാനാണ്. ഇത് ഏതോ ഒരു മനുഷ്യൻ എന്ന നിലക്കാണ് പറയുമ്പോൾ ആ മനുഷ്യൻ അവർക്ക് അവരിലെ പ്രത്യേകക്കാർക്കും പാമരന്മാർക്കും ഒക്കെ സുപരിചിതമായ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു ചരിത്രം പറഞ്ഞില്ല ആ വിഷയത്തിൽ. എന്താ പറഞ്ഞത്? ദാറഖുത്നി നിവേദനം ചെയ്തൊരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് ഒരു വിഭാഗം ആളുകൾ റബ്ദയിൽ നിന്ന് വന്ന സംഭവം പറഞ്ഞല്ലോ. അപ്പോൾ ഒരൊട്ടകത്തെ വാങ്ങി അവർ റബ്ദയിൽ നിന്ന് വന്നു. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മനിൽ ഖൗം ആരാണ് നിങ്ങളെന്ന് ചോദിച്ചിട്ട് അവരെ പരിചയപ്പെടുക ചെയ്ത്. അപ്പോൾ അവരുടെ ചുവന്ന ഒട്ടകം ഉണ്ടായി. ആ ഒട്ടകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി. ഇത്ര അവർ പറഞ്ഞ അളവ് കാരക്ക അവർ ബിക്കം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എത്ര പൈസക്കാണ് ഈ ഒട്ടകം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബിക്കദ വകദ മിൻ സായി മിൻ തംർ, ഇത്ര സായ് കാരക്ക് എന്ന് പറഞ്ഞു. റസൂൽ ഒരിക്കലും വില കുറച്ച് ചോദിക്കുകയൊന്നും ചെയ്തില്ല, വില പേശിയില്ല. അങ്ങനെ കച്ചവടം പറഞ്ഞു കുറച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാരക്ക കൊടുക്കാതെ ഒട്ടകത്തേറ്റ് പോവുക ചെയ്തത്. അപ്പോൾ അവർ അന്യോന്യം കുറ്റപ്പെടുത്തി, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അറിയാത്ത ഒരാൾക്ക് എങ്ങനെ നമ്മൾ ഒട്ടകത്ത് കൊടുത്ത്, മുപ്പരാണെങ്കിൽ പൈസയും തന്നില്ല, പോവുക ചെയ്ത്. അപ്പോഴാണ് ആ യാത്രാ സംഘത്തിൽ ഒരു ദഈനത്തുണ്ടായിരുന്നു. ദഈന എന്ന് പറഞ്ഞെങ്കിൽ ഒട്ടകക്കട്ടിലുള്ള ഒരു സ്ത്രീ. അവർ പറയണം ലാ തലാവമു ഫഇന്നി റഅയ്തു വജ്ഹ റജുലിൻ ലാ യഗ്ഫിറുക്കും അബദൻ എന്നാണ്. ഒരിക്കലും നിങ്ങൾ അന്യോന്യം കുറ്റപ്പെടുത്തേണ്ട, ഞാൻ കണ്ട ആ വ്യക്തിയുടെ മുഖം, ആ മുഖമുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും പറ്റിക്കൂല, ചതിക്കൂല, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു എന്നാണ്. ഏതായാലും ആ സംഭവത്തിനൊടുവിൽ പിന്നെ വൈകുന്നേരം ഇവർ മദീനയെ അണഞ്ഞു. വഴിയിൽ വെച്ചാണ് ഈ സംഭവം, മദീനയോട് അടുത്ത്. പിന്നെ മദീനയെ അണഞ്ഞു. വൈകുന്നേരം ഒരാൾ വന്നിട്ട് പറയാണ് അന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈക്കും,
ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനാണ് നിങ്ങളിലേക്ക്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ തന്നേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുലു മിൻഹാ ഹത്താ തശ്ബഉ വ ഇക്താലു മിൻഹാ ഹത്താ തസ്തൗഫു. നിങ്ങളുടെ വിശപ്പ് മാറുവോളം ഈ ഭക്ഷണം തിന്നോളി. പിന്നെ നിങ്ങളുടെ ഒട്ടകത്തിന് പകരം എത്രയാണോ വേണ്ടത് അത്രയും ഇതിൽ നിന്ന് അളന്നെടുത്തോളി എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ സഹാബി പറയുന്നത് ഫഅകലു മിൻഹാ ഹത്താ ശബിഉ വ ഇക്താലു മിൻഹാ ഹത്താ തസ്തൗഫു എന്നാണ്. അവർ വിശപ്പ് മാറുവോളം തിന്നും ചെയ്തു. പിന്നെ അവർക്ക് എത്രയാണ് അവരുടെ ഒട്ടകത്തിന് വേണ്ടത് അത്രമാത്രം അവർ അളന്നെടുക്കുകയും ചെയ്തു എന്നാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം നിലനിന്നിരുന്നു, അവർക്ക് അറിയപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാ ഹാദാ ഇല്ലാ റജുലുൻ എന്നവർ നിസ്സാരവൽക്കരിച്ച് പറയുന്നത്. പിന്നെ അവരുടെ ഒന്ന് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരവൽക്കരിച്ച് പ്രതികരിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅബുദു ആബാഉക്കും. ആളുകളെ ഇളക്കി വിടുകയാണിത്. യുരീദു ഈ വ്യക്തി ഉദ്ദേശിക്കുന്നു അൻ യസുദ്ദക്കും നിങ്ങളെ തടുക്കാൻ, ഏതിനെ തൊട്ട് തടുക്കാൻ? അമ്മാ കാന യഅബുദു ആബാഉക്കും നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ, തടുക്കാനും ഇയാൾ ഉദ്ദേശിക്കുന്നു എന്നാണ്. അതെന്തിനാ പറയണത്? അവർക്ക് അവരുടെ പിതാക്കന്മാരോടുള്ള ആ ബന്ധം, ഓരോ ഗോത്രക്കാർക്കും അവരുടെ ഗോത്രത്തിൽ അവരുടെ പിതാക്കന്മാർ അത് മുഖ്യമായിരുന്നു, പ്രധാനമായിരുന്നു. അതുകൊണ്ടാണ് മഖബറയിൽ വരെ ചെന്നിട്ട് അവരെന്ത് ചെയ്യണത്? പിതാക്കന്മാരുടെ ഖബറുകളെ ചൂണ്ടിയിട്ട് അവർ ഫഖർ പറഞ്ഞിരുന്നത്, അഭിമാനം കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഓരോ ഗോത്രക്കാർക്കും അവരുടെ ഗോത്രമൂപ്പന്മാരായിട്ടുള്ള പിതാക്കന്മാർ പ്രധാനമായിരുന്നു, മുഖ്യമായിരുന്നു. ആ പാരമ്പര്യവും അതേപോലെ തന്നെ അവരുടെ പെരുമയുമായിരുന്നു ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആവേശം. അപ്പോൾ ആ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിന് തൊട്ട് നിങ്ങളെ തടുക്കാനാണ് ഈ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ എന്തിനാണ്? പാമരന്മാരെ ഇളക്കി വിടുകയാണ്. അത് അന്ന് മാത്രമല്ല, എക്കാലത്തും അങ്ങനെയാണ്. കാരണവന്മാരായി ഉപ്പാപ്പന്മാരായി നമ്മൾ ആരാധിച്ചിരുന്ന, നമ്മൾ വിളിച്ചിരുന്ന, നമ്മൾ തേടിയിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാടിയിരുന്ന കാര്യങ്ങളെയാണ് ഇക്കൂട്ടർ ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് എന്തിനാ? അവർക്കറിയാം അവർ വഴികേടിലായിരുന്നു എന്നുള്ളത്, വിവരക്കേടിലായിരുന്നു. പക്ഷേ പാമരന്മാരെ ഇളക്കി വിടാൻ അതാണ് ഏറ്റവും നല്ല ആയുധം എന്ന് നിൽക്കണം. അതാണ് യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅബുദു ആബാഉക്കും. അവർ തീർന്നില്ല, നോക്കണം. വഖാലു അവർ പറയും, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ പറയും, മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറ. മാ ഹാദാ ഇതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങൾ അല്ല. ഇല്ല ഇഫ്കുൻ, ഇഫ്കല്ലാതെ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയെ അതിനെ തലതിരിക്കലാണ്. ഒരു വ്യക്തി സന്മാർഗത്തിലായിരുന്നു, ആ വ്യക്തി വഴികേടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് പറയും റജുലുൻ മഅ്ഫൂഖ് എന്ന് പറയും. എന്താ? സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് തിരിക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഇഫ്ക് അതാണ്. മുഫ്തറ എന്ന് പറഞ്ഞാൽ മുഖ്തലഖ്, വ്യാജമായി കെട്ടിച്ചമക്കപ്പെട്ടത്. അപ്പം മാ ഹാദ ഈ പാരായണം ചെയ്യപ്പെടുന്ന ഇത് അല്ല ഇല്ല ഇഫ്കുൻ, ഇഫ്കല്ലാതെ. ഇഫ്ക് എന്ന് പറഞ്ഞെങ്കിൽ സത്യമുണ്ട്, ഹക്കുണ്ട്, ബാത്തിലുമുണ്ട്. ഹക്കിനെ ബാത്തിലേക്ക് തെറ്റിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് ഇഫ്ക്. മുഅ്തഫക്കാത്ത് ഉണ്ടല്ലോ, മുഅ്തഫിക്കാത്ത്. എന്താ മുഅ്തഫിക്കാത്ത്? കീഴ്മേൽ മറിക്കപ്പെട്ടത് എന്നാണ്. ഏതാ ഈ കീഴ്മേൽ മറിക്കപ്പെട്ട മുഅ്തഫിക്കാത്ത്? എന്തിനെ കുറിച്ചാണ് പറയാം? മുഅ്തഫിക്കാത്ത് വൽ മുഅ്തഫിക്കത എന്ന് പറഞ്ഞല്ലേ, അതേപോലെ തന്നെ അൽ മുഅ്തഫിക്കാത്ത് എന്ന് പറഞ്ഞല്ലേ. ആരെക്കുറിച്ച് പറഞ്ഞ് വിശുദ്ധ ഖുർആനിൽ മുഅ്തഫിക്കാത്ത്? ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത വസിച്ചിരുന്ന നാടുകൾ, സദൂം ഗോത്രങ്ങൾ, സദൂം നാടുകൾ. ആ നാടുകളുടെ പ്രത്യേകത എന്താ? അതിനെ മലക്ക് എന്ത് ചെയ്തു? അതിനെ വലിയൊരു ഭൂതലത്തെ മലക്ക് ചിറകുകൊണ്ട് പൊന്തിച്ചിട്ട് എന്ത് ചെയ്തു? അതിനെ കമഴ്ത്തി അടച്ചു. അതുകൊണ്ടാണ് മുഅ്തഫിക്കത്ത്. അതിനാണ് ഈ ഇഫ്കിൽ നിന്നാണ് അത് വന്നത്. കീഴ്മേൽ മറിക്കപ്പെട്ട നാടുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം, മുഅ്തഫിക്കാത്ത്. അപ്പോൾ ഇഫ്ക് അതാണ്. ഇഫ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹക്കിനെ ബാത്തിലാക്കി മാറ്റിയത് എന്നാണ്. അത് ഇവർ പറയുന്നത് വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്താണ്? ബാത്തിലാണ്. ഹക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ആ ഹക്കിനെ ബാത്തിലാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശം, ഇഫ്ക്. എന്നിട്ട് ഹക്കിനെ ബാത്തിലാക്കിയതിന് ശേഷം അതെന്താ? മുഫ്തറ. അത് അള്ളാഹുവിലേക്ക് തീരെഴുതി, അള്ളാഹുവിലേക്ക് വ്യാജമായി ചേർക്കപ്പെട്ടു. അതാണ് ഇഫ്കുൻ മുഫ്തറ എന്ന് പറഞ്ഞാൽ. പറഞ്ഞാൽ മനസ്സിലായോ?
വഖാലു അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഒരു വിഷയം, 2 വിശുദ്ധ ഖുർആനാണ് വിഷയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും അമ്മാ കാന യഅബുദു ആബാഉക്കും അങ്ങനെ അവരെന്ത് ചെയ്തു പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ പറയാണ് വഖാലു മാ ഹാദാ ഇല്ലാ ഇഫ്കുൻ മുഫ്തറ, ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അല്ല, ഇല്ല ഇഫ്കുൻ, ഇഫ്കല്ലാതെ. ഇഫ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിലവിൽ സത്യമാണ് ഉണ്ടായിരുന്നത്, ഇപ്പം ഇതെന്താണ്? ബാത്തിലാണ്, അസത്യമാണ്. എന്നിട്ട് ആ അസത്യത്തെ മുഫ്തറ, എന്താ മുഫ്തറ എന്ന് പറഞ്ഞാൽ മുഖ്തലഖ്, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുവിലേക്ക് വ്യാജമായി ചേർക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിലേക്ക് വ്യാജമായി ചേർക്കപ്പെട്ട ഇഫ്കാകുന്നു, പിന്നെ കളവാകുന്നു ഇത് എന്നാണ് അവർ പറയുന്നത്. അത് കളവ് മാത്രമാകുന്നു, അതാണ് മാ ഇല്ല, കളവ് മാത്രമാകുന്നു ഇത്. ഇതാണ് അവർ വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുന്നത്. വഖാല അല്ലദീന കഫറൂ ലിൽ ഹഖ് ലമ്മാ ജാഅഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. വഖാല അല്ലദീന കഫറൂ അവിശ്വസിച്ച ആളുകൾ പറഞ്ഞു, ലിൽ ഹഖ് ഹക്കിനെ കുറിച്ച്, ലമ്മാ ജാഅഹും ആ ഹക്ക് അവർക്ക് വന്നപ്പോൾ എന്താണ് അവർ പറഞ്ഞത്? ഇൻ ഹാദ ഈ ഹക്ക് അല്ല, ഇല്ല സിഹ്റുൻ മുബീൻ വ്യക്തമായ സിഹ്റല്ലാതെ, ജാലമല്ലാതെ, മാരണമല്ലാതെ, വ്യക്തമായ മാരണമല്ലാതെ ഒന്നുമല്ല എന്ന് ഹക്ക് വന്നപ്പോൾ അവിശ്വസിച്ചവർ പറഞ്ഞു എന്നാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു, വിശുദ്ധ ഖുർആനെ കുറിച്ച് അവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനുമാകുന്ന ഹക്ക് കണ്ട, ഹക്ക് അതിനെ രണ്ടിനെ കുറിച്ച് മൊത്തത്തിൽ അവർ പറഞ്ഞാണിത്. എന്താ? വഖാലല്ലദീന കഫറു അവിശ്വസിച്ചവർ പറഞ്ഞു, ലിൽ ഹഖ് ഹക്കിനെ സംബന്ധിച്ച്. ഹക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഹക്കും വിശുദ്ധ ഖുർആനാകുന്ന ഹക്കും രണ്ടിനെ കുറിച്ചും അവർ പറഞ്ഞു, ലമ്മാ ജാഅഹും ഈ ഹക്ക് അവർക്ക് വന്നപ്പോൾ, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ ഇത് വ്യക്തമായ ജാല മാത്രമാകുന്നു, അല്ലെങ്കിൽ മാരണം മാത്രമാകുന്നു എന്ന്. അവിടെ നോക്കിയേ, ഇവിടെ കാലു എന്ന് പറഞ്ഞു, അവർ പറഞ്ഞു, ഇവിടെ പറഞ്ഞ കാലു അവർ പറഞ്ഞു അല്ലേ, ആ ടീം തന്നെയാണ് ഇത് വഖാലല്ലദീന കഫറു. പക്ഷെ ഇവിടെ വഖാലു എന്ന് പറയാതെ വഖാലല്ലദീന കഫറു എന്നാണ് പറഞ്ഞത്. ശരിക്കും ഈ കോർവയിൽ നോക്കി നിങ്ങൾ, വൈദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാത്തിൻ ഖാലു അല്ലേ, പിന്നെ വഖാലു. അതേപോലെ ഇവിടെ എന്താ പറയേണ്ടിയിരുന്നത്? വഖാലു എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? വഖാലല്ലദീന കഫറു എന്നാണ് പറഞ്ഞത്. അവിശ്വസിച്ചവർ പറഞ്ഞു, അവർ പറഞ്ഞു എന്ന് പറയാതെ അവിശ്വസിച്ചവർ പറഞ്ഞു എന്ന്. അതെന്തിനാണ് പറഞ്ഞത് എന്നാണ്. അതായത് ഹക്ക് വന്നെത്തിയപ്പോൾ അതിനെക്കുറിച്ച് സിഹ്റുൻ മുബീൻ എന്ന് പറയാനും വിധിക്കാനും പ്രേരകം എന്താണ്? കുഫ്റാണ്, അവരുടെ കുഫ്റാണ്. അപ്പം അത് ഇതൊക്കെ പറയാനുള്ള കാരണം കുഫ്റാണ് എന്നുള്ളതിനെ ദ്യോതിപ്പിക്കാനാണ് വഖാലു എന്ന് പറയാതെ വഖാലല്ലദീന കഫറു എന്ന് പറഞ്ഞത്. അതാണ് തഫ്സീറുകളിൽ അതിൻ്റെ ഒരു പൊരുളായി പറയപ്പെട്ടുള്ളത്. അലാ കുല്ലി ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കാൻ, അതേപോലെ വിശുദ്ധ ഖുർആനെ പ്രതിരോധിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിശുദ്ധ ഖുർആനുമാകുന്ന ഹക്ക് അതിനെ പ്രതിരോധിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനമാണ് ഈ ഒരു വചനം. തയ്യിബ്. ഇനി വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. എന്താ? വമാ ആതൈനാഹും നാം അവർക്ക് നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം അവർക്ക് നൽകിയിട്ടില്ല. മിൻ കുതുബിൻ, മിൻ കുതുബിൻ എന്ന് പറഞ്ഞാൽ യാതൊരു കിതാബും, യാതൊരു കിതാബും. യദ്റുസൂനഹ അവർ അതിനെ ദിറാസ നടത്തുന്ന, യദ്റുസൂൻ ദർസിൽ നിന്നാണെങ്കിൽ ദിറാസയിൽ നിന്നാണ് അത് വരുന്നത്. എന്താ ദർസ്? ദിറാസ, തമഹുൽ എന്ന് പറയും, അതേപോലെ തദബ്ബുർ എന്ന് പറയും. തമഹുൽ എന്ന് പറഞ്ഞാൽ സാവകാശം, അവധാനത. തദബ്ബുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരീക്ഷണം, ചിന്ത. ചിന്തയോടുകൂടിയും അതേപോലെ അവധാനതയോടു കൂടിയുമുള്ള പഠനം അല്ലെങ്കിൽ പാരായണം, അതിനാണ് ദിറാസ എന്ന് പറയുക. ദർസ്. തദബ്ബറോട് കൂടി തമഹുൽ. ഇങ്ങനെ ഈ പിന്നെ ഈ എന്തായാലും പറയാം, നായിപ്പാച്ചിൽ എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പാരായണം ചെയ്തു പോകുന്നതിന് ദർസ് എന്ന് പറയില്ല, ദിറാസ എന്ന് പറയില്ല. സമയമെടുത്ത് ചിന്ത നട്ട്
സമയമെടുത്ത് അവധാനതയിൽ അതേപോലെ ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുന്നതിനാണ് ദിറാസ എന്ന് പറയാം. ദിറാസ എന്ന് പറയാം. ഇവിടെ യദ്റുസൂനഹ എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു പറയാണ് വമാ ആതൈനാഹും, ഈ മക്കക്കാർക്ക് നാം നൽകിയിട്ടില്ല മിൻ കുത്തുബിൻ, ഒരു വേദവും ഒരു കിതാബും. ഇവിടെ മാ ആതൈനാഹും കിതാബൻ എന്ന് പറയാതെ മിൻ കുത്തുബിൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു കിതാബും നൽകിയിട്ടില്ല. യദ്റുസൂനഹ, യദ്റുസൂൻ അവർ പഠിക്കുന്നു, അതിനെ ആലോചിച്ചും ചിന്തിച്ചും സമയമെടുത്തും അവർ പഠിക്കും വിധം ഒരു കിതാബിനെയും നാം അവർക്ക് നൽകിയിട്ടില്ല. മാത്രമല്ല വമാ അർസൽന ഇലൈഹിം, അവരിലേക്ക് നാം അയച്ചിട്ടുമില്ല. വമാ അർസൽന ഇലൈഹിം, അവരിലേക്ക് നാം അയച്ചിട്ടില്ല. ഖബ്ലക, താങ്കൾക്ക് മുമ്പ്. മിൻ നദീരിൻ, എന്താ മിൻ നദീരിൻ? ഒരു മുന്നറിയിപ്പുകാരനെയും, ഒരു മുന്നറിയിപ്പുകാരനെയും. ഈ മിൻ എന്നുള്ളത് അതാണ്. ഇവിടെ മിൻ, ഒരു കിതാബ് നൽകിയിട്ടില്ല, ഒരു മുന്നറിയിപ്പുകാരനെയും താക്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായ അറബികൾ, ഖുറൈശികൾ, മക്കക്കാർ, അവരിലേക്ക് ഒരു വേദവും നൽകിയിട്ടില്ല, ഒരു മുന്നറിയിപ്പുകാരനെയും ഒരു ദൂതനായി നാം അയച്ചിട്ടുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്നതിൻ്റെ മുമ്പ് മക്കയിൽ ഏതെങ്കിലും ഒരു നബി വന്നിട്ടുണ്ടോ? ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും അവർ സഹസ്രാബ്ദങ്ങൾക്കപ്പുറമാണ് വന്നത്. സഹസ്രാബ്ദങ്ങൾക്കപ്പുറം. പിന്നെ എവിടെ? പിന്നെ ഇസ്മായിൽ നബി എവിടെ ഉണ്ടായിന്? ഇത്ര പോകുന്ന കുഞ്ഞായപ്പോൾ കൊണ്ടുവന്നാക്കിയതാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ തന്നെയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കയിൽ വന്നിട്ടുണ്ടല്ലോ. നബിയായിട്ട് തന്നെയാണ് വന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കാലത്തിനിപ്പുറം നമ്മളിവിടെ മുമ്പേ എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അങ്ങോട്ട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരെ എത്ര പിതാക്കന്മാരെ നമ്മൾ എഴുതിയത്? അബ്ദുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള മുതൽ പിന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ നാബത്ത് വരെ 26 വാപ്പാരെ എഴുതിയിട്ടുണ്ട്. 26 ഉപ്പമാർ, 26 തലമുറകൾ. അതൊക്കെയും ദീർഘായുസ് നൽകപ്പെട്ട ആളുകളുമാണ് അന്ന് കാലങ്ങളിൽ. അപ്പോൾ പിന്നെ സഹസ്രാബ്ദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കഴിഞ്ഞു പോയതിൻ്റെ ഇടയിൽ. അതിനിടയിൽ എന്താ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം മക്കയിൽ ആര് വന്നിട്ടില്ല? ഒരു നബി വന്നിട്ടില്ല. അവിടെ ഒരു വേദം ഇറങ്ങിയിട്ടുമില്ല. ആ ഒരു വിഷയമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. പിന്നെ അവർക്ക് എങ്ങനെ വിധിക്കാൻ കഴിയും? എന്ത്? പിന്നെ ഈ നിയോഗിതമായ നബി മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും എന്ന് വിശുദ്ധ ഖുർആനെ കുറിച്ച് മാ ഹാദാ ഇല്ലാ ഇഫ്കും മുഫ്തറ. അതേപോലെ തന്നെ ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഇതൊക്കെ എങ്ങനെ മക്കക്കാർക്ക് വിധിക്കാൻ കഴിയും? അവരിലേക്കൊരു വേദം ഇറങ്ങിയിട്ടില്ല, അവരിലൊരു റസൂൽ വന്നിട്ടുമില്ല. പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ വിധിക്കാനുള്ള മാനദണ്ഡം അവർക്ക് എവിടുന്ന് കിട്ടുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ കണ്ണടച്ചുള്ള വിധിയിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാണ്. ഇങ്ങനെ പ്രസ്താവിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേദത്തിൻ്റെ ജ്ഞാനം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂതൻ വന്നിട്ട് നിങ്ങൾക്ക് വല്ല അറിവും പകരണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും. നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിനെ തൊട്ട് തടുക്കാനാണ് ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്നവർ പറഞ്ഞു. പാമര ജനങ്ങളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞല്ലോ അമ്മാ കാന യഅബുദു ആബാഉകും. അവരുടെ പിതാക്കന്മാരുടെ ആരാധനകൾ അത് പ്രമാണബദ്ധമായിരുന്നു, അല്ലെങ്കിൽ പ്രമാണബദ്ധമായിരുന്നു എന്നതിന് സ്ഥാപിക്കാൻ അവർക്ക് വല്ല വേദവും വന്നു കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരിലേക്ക് ഏതെങ്കിലും ഒരു റസൂൽ വന്നിട്ടുണ്ടോ? ഈ പിതാക്കന്മാരെ അനുകരിക്കാനും അവരെ പിടിച്ചു തൂങ്ങി നിൽക്കാനും അവരുണ്ടായിരുന്നതായ ആദർശത്തിന് വല്ല വേദത്തിൻ്റെയും പിന്തുണയുണ്ടോ? വല്ല പ്രവാചകന്മാരുടെയും പിന്തുണയുണ്ടോ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹു പിന്നെ ഈ പറഞ്ഞതിൻ്റെ ഒരു യുക്തിയായിട്ട് പറയപ്പെട്ടുള്ളത്. വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നദീർ. പറഞ്ഞാൽ മനസ്സിലായോ ആയത്തിൻ്റെ ഉദ്ദേശം? അത് ആർക്ക്? അത് ഈ ആളുകൾക്കല്ല,
ഹനീഫിയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മില്ലത്ത് മക്കത്തുണ്ടായിരുന്നു. അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാമായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് പിന്നെ ഇത് പല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീനീ കർമ്മങ്ങളും ചടങ്ങുകളും അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു മക്കത്ത്. അതിൽ വ്യതിചലിക്കാതെ പോയിരുന്ന ആളുകളുണ്ടായിരുന്നു. അത് വളരെ പരിമിതമായ ആളുകളാണ്. ആളുകളൊന്നും ഇത് പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ കോട്ടിമാട്ടിയവർ, അതിൽ നിന്ന് വ്യതിചലിച്ചവർ, അവരാണ് ഈ പറയുന്നത്. ഹനീഫിയത്തിലുണ്ടായിരുന്നവരൊരിക്കലും എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊന്നും പറയുന്ന ആളുകളല്ല. അതേസമയം ഇത് പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ടായിരുന്നില്ല, അവർക്കതിന് യാതൊരു പ്രമാണവും അടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ അവരെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഒരു വചനത്തിലൂടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കുകയും ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന, മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു പരാമർശമാണ് അടുത്ത വചനത്തിൽ, ഈ 45-ാം വചനത്തിൽ നടത്തുന്നത്. അതെന്താ? വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം വമാ ബലഗു മിഅ്ശാറ മാ ആതൈനാഹും ഫകദ്ദബു റുസുലി ഫകൈഫ കാന നകീർ. എന്താ? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം. എന്താ? വകദ്ദബ, കളവാക്കി. ആര് കളവാക്കി? അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ പൂർവികന്മാർ, ഇവർക്ക് മുമ്പുണ്ടായിരുന്നവർ. വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ ഖാലു എന്ന് പറഞ്ഞില്ലേ, ഈ ആളുകൾ ഇവരുടെ മുമ്പുണ്ടായിരുന്നവരും കളവാക്കിയിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കി. അതൊരു എന്തല്ല, ഒരു പുതിയ പരിപാടിയല്ല, പിന്നെയോ അതിനൊരു പാരമ്പര്യമുണ്ട്. അതാണ് വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, ഇവരുടെ മുമ്പുണ്ടായിരുന്നവരും കളവാക്കിയിട്ടുണ്ട്. വമാ ബലഗു മിഅ്ശാറ മാ ആതൈനാഹും. വമാ ബലഗു, ഇവരുടെ മുമ്പുണ്ടായിരുന്നവർ എത്തിയിട്ടില്ല. വമാ ബലഗു, അവർ എത്തിയിട്ടില്ല. മിഅ്ശാറ മാ ആതൈനാഹും, എന്താ? അവർക്ക് നാം നൽകിയതിൻ്റെ മിഅ്ശാർ. എന്താ മിഅ്ശാർ? അത് മിൻഷാറാണ്. മിൻഷാറൽ, ഇത് മിഅ്ശാർ. മിഅ്ശാർ എന്ന് പറഞ്ഞാൽ ഉഷുർ. ഉഷർ എന്താ? ജുസ്ഉം മിൻ അശറത്തി അജ്സാഇൽ അശർ. 10-ൻ്റെ 10-ൽ 1, 10-ൻ്റെ 10 ഭാഗങ്ങളിൽ ഒരു ഭാഗം, 10-ൻ്റെ 10-ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 10-ൽ 1. മിഅ്ശാർ എന്ന് പറഞ്ഞാൽ അതാണ് ഉഷർ, 10-ൽ 1. വമാ ബലഗു മിഅ്ശാറ മാ ആതൈനാഹും, ആ പൂർവികർക്ക് നാം നൽകിയതിൻ്റെ 10-ൽ 1 ഇവരെത്തിയിട്ടില്ല. ആര്? ഈ കളവാക്കുന്നവർ. മനസ്സിലാണ്ടേ പറഞ്ഞ്? അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. വകദ്ദബ അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ കളവാക്കിയ ആളുകളുണ്ടല്ലോ, മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരും കളവാക്കിയിട്ടുണ്ട്. വമാ ബലഗു, ഈ കളവാക്കിയവർ എത്തിയിട്ടില്ല. മിഅ്ശാറ മാ ആതൈനാഹും, ആ കളവാക്കിയവർക്ക് നാം നൽകിയതിൻ്റെ 10-ൽ 1 ഇവരെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനൊന്ന് പറയാം? ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെ പറയാം? ഇപ്പോൾ ആദ് ഗോത്രം, ആദ് ഗോത്രം കളവാക്കി. ആദ് ഗോത്രം അല്ലദീന മിൻ ഖബ്ലിഹിം, ഈ മക്കക്കാരുടെ മുമ്പുണ്ടായിരുന്നവരല്ലേ, അവർ കളവാക്കി. വമാ ബലഗു, ഈ മക്കക്കാർ എത്തിയിട്ടില്ല. മിഅ്ശാറ മാ ആതൈനാഹും, ആ ആദ് ഗോത്രത്തിന് നാം നൽകിയതിൻ്റെ 10-ൽ 1 ഇവരെത്തിയിട്ടില്ല. ശക്തിയിൽ, പ്രതാപത്തിൽ, കഴിവിൽ ഒക്കെ ആകാം. ഫകദ്ദബു, എന്നിട്ടും അവർ കളവാക്കി. റുസുലി, എൻ്റെ റസൂലുമാരെ. ഫകദ്ദബു, എന്നിട്ടും അവർ കളവാക്കി. ഫൗൽ ഫസിയാണ്. ഇതൊക്കെ അവർക്ക് നാം നൽകിയിട്ടും കദ്ദബു, അവർ കളവാക്കി. റുസുലി, എൻ്റെ റസൂലുമാരെ. ഫകൈഫ കാന നകീർ, അതിനാൽ കൈഫ കാന നകീർ, കൈഫ കാൻ, എങ്ങനെയായിരുന്നു നകീർ. നകീർ എന്ന് പറഞ്ഞാൽ നകീരി എന്നാണ്. എൻ്റെ പ്രതിഷേധം, എൻ്റെ ശിക്ഷ, എൻ്റെ പ്രതിഷേധം എങ്ങനെയായിരുന്നു. ആദ് ഗോത്രം, സമൂദ് ഗോത്രം, നൂഹ് നബിൻ്റെ ജനത അല്ലേ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം ആയുസ് അവർക്കൊക്കെ എത്രയായിരുന്നു? അവർക്ക് നൽകിയ ആയുസിൻ്റെ 10-ൽ 1 മക്കൾക്കാർക്കില്ല. അവർക്ക് വലിയ കുറേ പുരുഷായുസായിരുന്നു. പിന്നെ അവരുടെ കഴിവുകൾ എത്ര സ്ട്രോങ് ആയിരുന്നു അവർ. ആദ് ഗോത്രമൊക്കെ എന്താ അല്ലേ, ഓരോ മലകളെ, ഒരു മലയെ മറ്റൊരു മലയോട് അവർ ഏച്ചി ഇങ്ങനെ പാക്കിടുമായിരുന്നു.
ഈ മലൻ്റെ മുകളിൽ നിന്ന് ഈ മലൻ്റെ മുകളിലേക്ക് പാറ കൊണ്ടുവന്നിട്ട് ഏക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അന്ന് ക്രെയിനല്ല, ക്രെയിനിന് പകരം ആളുകളാണ് താങ്ങി ഏറ്റിയിരുന്നത്. അപ്പോൾ ത്രിമേൽ ആചാനുഭാവുക്കളായ മനുഷ്യന്മാർ അവരായിരുന്നു ഈ പാറ മലകളെ ഏച്ച് വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അത്ര സ്ട്രോങ് ആയിരുന്നു അവർ, ആദു ഗോത്രമൊക്കെ. അവർക്ക് നൽകിയ കഴിവുകൾ, അതേപോലെ അവർക്ക് നൽകിയ പിന്നെ ഇസ്സത്ത്, അവർക്ക് നൽകിയ പ്രതാപങ്ങൾ, അതേപോലെ അവർക്ക് നൽകിയ നാഗരികതകൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ മക്കക്കാർക്ക് അതിൻ്റെ 10 കിട്ടിയിട്ടില്ല. മിഅ്ശാർ 10 നൽകിയിട്ടില്ല. അങ്ങനെ കഴിവുകളും നാഗരികതകളും പ്രതാപങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഫക്കദ്ദബ്, അതൊക്കെ ഉണ്ടായിട്ടും അവർ എൻ്റെ റസൂലുമാരെ കളവാക്കി. അത് കാരണത്താൽ കൈഫ കാന നക്കീർ, എൻ്റെ നക്കീർ പ്രതിഷേധം, ശിക്ഷ അതെങ്ങനെയായിരുന്നു ഈ ഊക്കന്മാർക്ക്, ശക്തന്മാർക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിക്കാൻ പറയാണ്. മിഅ്ശാർ വിശുദ്ധ ഖുർആനിലെ എണ്ണങ്ങൾ അതിൽ പകുതി പറഞ്ഞിട്ടുണ്ടല്ലേ, നിസ്ഫ്, വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും നിസ്ഫ് അല്ലേ. അതേപോലെ തന്നെ സുലുസ് 3/1 പറഞ്ഞിട്ടുണ്ട്. ഫലഹ സുലുസ് 3/1. അതേപോലെ തന്നെ റുബു, വലക്കും റുബു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സുമുൻ 8/1 പറഞ്ഞിട്ടുണ്ട്. സുദുസ് 6/1 പറഞ്ഞിട്ടുണ്ട്. വലിക്കുല്ലി വാഹിദി മിൻഹും അസുദുസ്, ഉമ്മാക്കും വാപ്പാക്കും 6/1 വീതം ഉണ്ടാവുന്നല്ലേ. അതേപോലെ തന്നെ സുമുന് പറഞ്ഞ് 8/1 പറഞ്ഞു. വലഹുന്ന സുമുനു. അതേപോലെ തന്നെ പിന്നെ 9/1 ഇല്ല, പക്ഷേ 10/1 ഉണ്ട്. ഏതാ 10/1? അതാണിത്, ഈ മിഅ്ശാർ 10/1. മിഅ്ശാർ എന്ന് പറഞ്ഞാൽ ഉശ്ർ എന്നർത്ഥം. 10/1 1 മുതൽ എണ്ണങ്ങളില്ലേ, 1 മുതൽ എത്ര വരെ എണ്ണങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ? 1 പറഞ്ഞിട്ടുണ്ടോ? 1 എന്ന് എവിടെയുണ്ടോ വിശുദ്ധ ഖുർആനിൽ? ഇലാഹുക്കും ഇലാഹും വാഹിദ് അല്ലേ. 2 പറഞ്ഞിട്ടുണ്ടോ? ഒരു മെമ്മറി ടെസ്റ്റ് ആട്ടെ കുറച്ച്. സാനിയ സ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. സാനിയ സ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. വേറെ ഉണ്ട് സ്നൈൻ. വമിനൽ മാസി സ്നൈനി വമിനൽ ബഖരി സ്നൈൻ ഖുൽ ആദ്ദക്റൈനി ഹറമ അമിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്ത് അൻആമിലൊക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ട്. 3 എവിടെയാണ്? വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അവിടെ എണ്ണം പറഞ്ഞില്ല. 3 എവിടെ പറഞ്ഞത്? യഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും. സലാസത്തുൻ. അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സലാസത്തുൻ ഫിൽ ഹജ്ജി വസബഅത്തുൻ ഇദാ റജഅതുൻ. ഹജ്ജിൻ്റെ ഫിദിയക്ക് പകരം അറവിന് മൃഗം കണ്ടില്ലെങ്കിൽ 3 നോമ്പ് ഹജ്ജിൻ്റെ നാളെ നോക്കാൻ പറഞ്ഞു. പിന്നെ 4 എവിടെ പറഞ്ഞത്? യഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും. 5 എവിടെ പറഞ്ഞത്? വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും. 5, 6 എവിടെ വന്നല്ലേ? 6 വേറെ സ്ഥലത്തുണ്ട്. 6 എവിടെ വേറെ സ്ഥലത്ത് പറഞ്ഞത്? മാഷാ അല്ലാഹ്. ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ സുമ്മ ഇസ്തവ അലൽ അർശ്. 7 വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും. സബഅത്തുൻ. അതേപോലെ തന്നെ വസബഅത്തുൻ ഇദാ റജഅതും, നോമ്പ് വിൽക്കുന്ന വിഷയത്തിൽ പറഞ്ഞു. അതെ, സബഅ സമാവാതിൻ തിബാക. മാഷാ അല്ലാഹ്. പിന്നെ 8 സബഅ ലയാലി വസമാനിയത അയ്യാം. ആദ് ഗോത്രത്തെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സമാനിയത അയ്യാം 8. ഇനി 9 വകാന ഫിൽ മദീനത്തി 9 റഹ്തിൻ. പട്ടണത്തിൽ 9 റൗഡികൾ ഉണ്ടായിരുന്നു എന്നാണ്. 9 റഹ്ത്. അതെവിടെ പറഞ്ഞത്? ആരെക്കുറിച്ച് പറഞ്ഞത്? സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കെതിരിൽ കുതന്ത്രം മെനഞ്ഞ ആളുകളെ കുറിച്ച് പറഞ്ഞത്. സമൂദ് ഗോത്രത്തിൽ 9 റഹ്ത്. 10 എവിടെ? തിൽക അശറത്തുൻ കാമിലത്തുൻ. ഹജ്ജിൻ്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അശറത്തുൻ കാമില. 11 അയ്യുഹന്നാസ് ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. 12 ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഫംബജസത് മിൻഹു 12 ഐനൻ. 12. പിന്നെ 13 ഇല്ല അല്ലേ? 19 ഉണ്ട് അല്ലേ? അലൈഹ 19. നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ 19. പിന്നെ അങ്ങനെ പോയാൽ പിന്നെ 70 ദിറാനുണ്ട് അല്ലേ? പിന്നെ 80 ഇല്ലേ? 80 ഉണ്ടോ? 100ന് മുമ്പ് വേറെ ഉണ്ട്.
തിസ്ഈന നഅജതൻ എന്ന് പറഞ്ഞില്ലേ, 99 ഉണ്ട്. പിന്നെ അതാ സമാനീന ജൽദ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സബൂനുണ്ട്, സമാനൂന ജൽദത്തൻ അത് പറഞ്ഞു. സമാനൂൻ 80 ഉണ്ട്, പിന്നെ 90 ഉണ്ട്, അതാണ് തിസ്അത്തൻ വതിസ്ഈൻ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ 100 ഉണ്ട്, മിഅത്ത് ജൽദ അല്ലേ. പിന്നെ വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീൻ വസ്ദാദു തിസ്അ അല്ല തിസ്അ അതാണ് 300 ആണ്. പിന്നെ അൽഫനില്ല 50 950 വർഷകാലം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പിന്നെ അൽഫ സനത്തി മിമ്മ തഅദൂൻ, അൽഫ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3000 ഉണ്ട്, പിന്നെ 5000 ഉണ്ട് മലക്കുകൾ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടു. 3000 5000 മിഅത്ത് അൽഫിൻ ഔ യസീദൂൻ 1,00,000 പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ എണ്ണങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയപ്പെട്ട എണ്ണങ്ങൾ ചിലർ ക്രോഡീകരിച്ചിട്ടുണ്ട് ആ വിഷയം. ഏതായാലും അതിൽ അര, 3/1, 4/1, 6/1, 8/1, പിന്നെ 10/1 പറഞ്ഞതിന് ആളുകൾ പണ്ഡിതന്മാർ എടുക്കുന്ന പിന്നെ തെളിവാണ് ഈ ആയത്ത്. വമാ ബലഗു മിഅശാറ മാ ആതൈനാഹു, ആ പൂർവികർക്ക് നൽകിയതിൻ്റെ 10/1 ഇവർക്ക് നൽകിയിട്ടില്ല. ഫകദ്ദബു റസൂലി, എന്നിട്ട് അവർ കളവാക്കി എൻ്റെ റസൂലുമാരെ. ഫകൈഫ കാന നക്കീർ. ഈ ആയത്തിന് വേറൊരു തഫ്സീർ നേരെ തിരിച്ചാണ്. വകദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഈ മക്കക്കാർക്ക് മുമ്പുണ്ടായിരുന്നവർ കളവാക്കി. വമാ ബലഗു, ആ മുമ്പുണ്ടായിരുന്നവർ എത്തിയിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞത് ഈ മക്കക്കാർ എത്തിയിട്ടില്ല എന്നാണ്. ആ മുമ്പുണ്ടായിരുന്നവർ എത്തിയിട്ടില്ല. മിഅശാറ മാ ആതൈനഹും, ഈ മക്കക്കാർക്ക് നൽകിയതിൻ്റെ 10/1 നൽകിയിട്ടില്ല. മക്കക്കാർക്ക് നൽകിയതിൻ്റെ 10/1 അവർക്കുണ്ടായിരുന്നില്ല, എന്നിട്ട് അവർ കളവാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മക്കക്കാർക്ക് നൽകിയതിൻ്റെ 10/1 എന്ന് പറഞ്ഞെങ്കിൽ ഈ മക്കക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അറബി സാഹിത്യമാണ്. അറബി ഭാഷയിലുള്ള ഗദ്യത്തിലാകട്ടെ പദ്യത്തിലാകട്ടെ അവരുടെ കഴിവുകളാണ്. മക്കക്കാർക്ക് ഭാഷ മനസ്സിലാക്കാനുള്ള അവരുടെ ആ ഒരു ശേഷിയാണ്. അത് മക്കക്കാർക്ക് വലിയ അളവിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കഴിവ് ആർക്കുണ്ടായിരുന്നില്ല? പൂർവികർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഭാഷ ഗ്രഹിക്കുവാനുള്ള കഴിവിൻ്റെ 10/1 ആ പൂർവികർക്ക് നൽകിയിട്ടില്ല. എന്നിട്ട് അറബി ഭാഷയിൽ ഇറങ്ങിയ ഈ വിശുദ്ധ ഖുർആനെയാണ്, റസൂലിനെയാണ് അവർ കളവാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അങ്ങനെയല്ല, ഈ മക്കക്കാർക്ക് നൽകിയ ഭാഷ പ്രാവീണ്യം, കഴിവ്, ഗ്രാഹ്യത, അതിൻ്റെ 10/1 അവർക്ക് നൽകിയിരുന്നില്ല. ഫകദ്ദബു റസൂലി, എന്നിട്ട് അവർ റസൂലുമാരെ കളവാക്കി. ഫകൈഫ കാന നക്കീർ, എൻ്റെ പ്രതിഷേധം, എൻ്റെ ശിക്ഷ അവരിൽ എങ്ങനെയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. 2 നിലക്കും അർത്ഥം പറഞ്ഞാലും മാഫി മുഷ്കില ഖലാസ്. ഇനി നമ്മുടെ ഈ ആയത്തിൽ 46-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ന്യായം പഠിപ്പിക്കുകയാണ്. ഈ നിഷേധികളായ മക്കക്കാരോട് പറയാനുള്ള ഒരു പിന്നെ അവർക്ക് അനിഷേധ്യമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറു മാ ബിസാഹിബികും മിൻ ജിന്ന ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഖുൽ, നബിയെ താങ്കൾ പറയുക, ഖുൽ താങ്കൾ പറയുക, ഇന്നമാ അഇദുകും ബിവാഹിദ, ഇതാണ് പറയേണ്ടത്. ഇന്നമാ അഇദുകും ബിവാഹിദ. അഇദുകും എന്താ? അഇദുകും എന്ന് പറഞ്ഞാൽ അഇദു എന്ന് പറഞ്ഞാൽ എന്താ? അഇദു എന്നുള്ളത് വാളിൽ നിന്നാണ്. എന്താ ഈ വാള്? വാള് പറഞ്ഞാൽ ഇതാണ് സാരോപദേശം. അതിൽ തർഹീബും വേണം, തർഹീബും വേണം. വാളൊരു സംസാരമാണ്, സ്പീച്ച്. അതിൽ തർഹീബ് വേണം. തർഹീബ് എന്താ? ആഗ്രഹം ജനിപ്പിക്കൽ. പിന്നെ അതിൽ തർഹീബ് വേണം, അതെന്താ? പേടിപ്പിക്കൽ. പേടിപ്പിക്കേണ്ടത് തർഹീബുൻ അൻ മക്രൂഹാണ്, അനിഷ്ടകരമായ കാര്യം, അരോചകമായ വിഷയം, അതിനെ തൊട്ട് പേടിപ്പിക്കൽ ഉണ്ടാകണം. തർഹീബ് വേണം, അത് ഏതിലാണ്?
തർഗീബ് വേണ്ടത് മക്രൂഹല്ലാത്ത വിഷയത്തിലാണ്, താല്പര്യം ജനിപ്പിക്കുന്ന മർഗൂബായ വിഷയത്തിലാണ്. അങ്ങനെയുള്ള സംസാരത്തിനാണ് വാദ് എന്നറിയാം. ചിലർ പറഞ്ഞ കലാമുൽ ഗൈർ ബിൽ ഖൈർ, കലാമുൽ ഗൈർ അല്ലെങ്കിൽ മുഖാത്തബത്തുൽ ഗൈർ ബിൽ ഖൈർ. എന്താ മുഖാത്തബത്തുൽ ഗൈർ, മറ്റുള്ളവരോടുള്ള അഭിസംബോധനയാണ്. ബിൽ ഖൈർ, ഖൈർ കൊണ്ട്. ഗൈറിനെ, ഗൈർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, ഖൈർ കൊണ്ട്, നന്മ കൊണ്ട് മറ്റുള്ളവരെ പിന്നെ ഉപദേശിക്കൽ, അഭിസംബോധന ചെയ്യൽ, അതാണ് വാവ്. മുഖാത്തബത്തുൽ ഗൈർ ബിൽ ഖൈർ. ചിലർ പറഞ്ഞതാണ് വാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലാം, സംസാരമാണ്. അതിൽ തർഹീബ് വേണം, തർഹീബും വേണം. ആഗ്രഹം ജനിപ്പിക്കണം, പേടിപ്പിക്കും വേണം. അങ്ങനെയുള്ള സംസാരമാണ് വാവ്. ഇവിടെ പിന്നെ ഖുൽ ഇന്നമാ അഇദുക്കും, പറയുക ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു ബിവാഹിദത്തിൻ. ബിവാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം. ബിവാഹിദ് എന്ന് പറഞ്ഞാൽ ബി ഖസ്ലത്തിൻ വാഹിദ, ഒരു പ്രവണത, അല്ലെങ്കിൽ ബി ഖദിയ്യത്തിൻ വാഹിദ, ഒരു വിഷയം. ബി മസ്അലത്തിൻ വാഹിദ, ബി ഹാജത്തിൻ വാഹിദ, ഒരാവശ്യം. ബി വാഹിദത്ത് എന്ന് പറഞ്ഞാൽ, വാഹിദ് എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്, അതുകൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിഷയം, ഒരു മസ്അല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്യുന്നതാണ് ഇന്നമ. എനിക്കൊരൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ. എന്താണ് ആ കാര്യം? ഇന്നമ അഇദുക്കും ബിവാഹിദത്തിൻ, ഒരൊറ്റ മസ്അല, വിഷയം, അതുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കുക എന്നത് മാത്രമാണ് എനിക്കുള്ളത്. അതാണ് ഇന്നമ, വേറൊന്നും പറയാനില്ല, ഒരൊറ്റ കാര്യം മാത്രം. അതെന്താണ് ആ കാര്യം? അതാണിത്. അൻ തഖൂമു ലില്ലാഹി മസ്ന വ ഫുറാദ. അൻ തഖൂമു, നിങ്ങൾ നിലക്കൊള്ളണം, നിങ്ങൾ നിലക്കൊള്ളുക, നിങ്ങൾ നിലക്കൊള്ളുക എന്നുള്ളതാണ്. അൻ എന്നുള്ളത് തഫ്സീരിയാണ്. ഈ വാഹിദൻ ഇക്കാര്യം എന്നല്ല, ഒരു കാര്യം എന്നല്ല, ആ കാര്യം എന്താണെന്ന് പറയാം. അൻ തഖൂമു ലില്ല, നിങ്ങൾ നിലക്കൊള്ളണം. ലില്ല, എന്താ ലില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി. നിങ്ങളുടെ ഗോത്ര ചിന്തകൾ മാറ്റിവെച്ച്, നിങ്ങളുടെ വൈയക്തികമായിട്ടുള്ളതായ ഈഗോ അതൊക്കെ മാറ്റിവെച്ച്, നിങ്ങളുടെ ഈ പലതര സ്വഭാവങ്ങൾ അതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. എങ്ങനെ? മസ്ന, മസ്ന എന്ന് പറഞ്ഞാൽ രണ്ട് പേർ. മസ്ന എന്ന് പറഞ്ഞാൽ ഇസ്നൈൻ ഇസ്നൈൻ, ഈ രണ്ട് പേർ വീതം, അതാണ് മസ്ന, ഈ രണ്ട് പേർ വീതം. വ ഫുറാദ, അല്ലെങ്കിൽ ഫർദൻ ഫർദൻ, ഓരോരുത്തരായി. ഫുറാദ എന്ന് പറഞ്ഞാൽ ഫർദൻ ഫർദൻ, ഓരോരുത്തരായി. മസ്ന എന്ന് പറഞ്ഞാൽ ഇസ്നൈൻ ഇസ്നൈൻ, ഈ രണ്ട് പേരായി നിങ്ങൾ നിലകൊള്ളുക. ആ നിലകൊള്ളേണ്ടതില്ല അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു എന്ന ഒരു വികാരത്തിനപ്പുറം മറ്റൊരു വികാരവുമില്ലാതെ ഒന്നുകിൽ രണ്ട് പേർ വീതം അല്ലെങ്കിൽ തനിച്ച് നിങ്ങൾ നിലകൊള്ളുക. സുമ്മ, അതിൽ പിന്നെ തതഫക്കറു, നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. തതഫക്കറു, നിങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക. ഇത് മാത്രം അല്ല ഉപദേശിക്കാനാണ് എനിക്കുള്ളത്. എന്താ ഈ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ? ഈ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ എന്താ? ഇപ്പോൾ നമ്മൾ തൊട്ടുമ്പത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, വക്കാലല്ലദീന കഫറു, അവർ ഈ ഹാദ ഇല്ലാ സിഹ്റു മുബീൻ മാ ഹാദ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്. അതേപോലെ തന്നെ ഇല്ലാ ഇഫ്കുൻ മുഫ്തറ, വിശുദ്ധ ഖുർആനെ കുറിച്ച്. ഇതൊക്കെ അവർ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരൊറ്റ വിഷയമാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. ആ വിഷയം എന്താണ്? അള്ളാഹുവിന് വേണ്ടിയിട്ട് നിങ്ങൾ വർത്തിക്കണം. ഇവിടെ അൻ തഖൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് കാലിൽ ഇങ്ങനെ നീച്ചു നിൽക്കണം എന്നുള്ള അർത്ഥമല്ല. പിന്നെ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് പരിശ്രമിക്കണം, നിങ്ങളതിനു വേണ്ടി ഒന്ന് അധ്വാനിക്കണം, നിങ്ങൾ നിലക്കൊള്ളണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഇപ്പോഴൊക്കെ അവരുടെ വിഷയം എന്താണെന്നറിയോ? ഈ എതിർപ്പിലൊക്കെ അവരുടെ വിഷയം അവരുടെ പക്ഷപാതിത്വമാണ്. അവരുടെ ഗോത്രം, അവരുടെ കുടുംബം, അവരുടെ ഓരോരുത്തരുടെയും കഴിവുകൾ, ഇതൊക്കെയാണ് അവരുടെ വിഷയം. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലക്കൊള്ളി. ഒന്നുകിൽ ആ നിലക്കൊള്ളുമ്പോൾ നിങ്ങൾ രണ്ട് പേർ, അല്ലെങ്കിൽ ഓരോരുത്തർ അപ്പന. എന്ത് രണ്ട് പേരെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം രണ്ട് പേരെയാണ് പറഞ്ഞത്, പിന്നെയാണ് ഫുറാദ പറഞ്ഞത്. ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ, പഠിക്കാൻ രണ്ട് പേരാണ് ഏറ്റവും ഉത്തമം. രണ്ടിലേറെ പേരാകുമ്പോൾ എന്തായി? കലവിലായി ഒരു റിസൾട്ടിലേക്ക് എത്താൻ പ്രയാസമാണ്. പക്ഷെ രണ്ട് പേരാകുമ്പോൾ കൊടുത്തും വാങ്ങി ഒരു വിഷയത്തെ കുറിച്ച് പുരസ്കരിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് പേരാകുമ്പോൾ എന്തായി? അത് കൂടുതൽ വിജയപ്രദമായി.
കൊടുക്കലും വാങ്ങലും ആശയങ്ങൾ കൈമാറലും അത് നന്നായി നടക്കും. അതാണ് മസന പറഞ്ഞത്. എന്നാൽ ഒറ്റയ്ക്ക് ഒരാൾ തനിച്ച് തന്നോട് സംവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഫലമുണ്ട്. ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ സ്വന്തം ആകുമ്പോൾ അതിനും ഫലമുണ്ട്. പക്ഷെ കൂടുതലെന്താ, രണ്ടാൾ തമ്മിലുള്ള പഠനമാണ് ഫലപ്രദം. എന്നിട്ട് ചിന്തിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ടിലെത്താൻ പറ്റും. ആരെ വിഷയത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പ്രധാനം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയാണ് വരി ഇഫ്കും മുഫ്തറ എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആൻ വന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് അവർ പറഞ്ഞ അൽ ഹക്ക് ഉണ്ടല്ലോ, സിഹ്റും മുബീൻ എന്ന് പറഞ്ഞ ഹക്ക് വന്നത്. അപ്പോൾ അവർ തുടക്കം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉന്നയിച്ചൊരു വിഷയമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുനൂനിൻ്റെ വിഷയം. ജുനൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭ്രാന്തനാണ് എന്നുള്ള വിഷയം ഇതവർ തുടക്കം മുതൽ ഉന്നയിച്ച വിഷയമാണ്. അവർക്ക് ഒരളവ് വരെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഈ ജുനൂനിന്മേലാണ്, ഈ ആരോപണത്തിലാണ്. കാരണം എന്താ, അവർ പല ആരോപണങ്ങളും മക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. സാഹിർ, മാരണക്കാരൻ എന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് അത് ദഹിക്കൂല. കാരണം മാരണക്കാരായിട്ട് ഇടപഴകുന്നവരാണ് മക്കയിലെ സാധാരണക്കാർ. ഒരാളെ മാരണക്കാരൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മാരണക്കാരനുണ്ടാകേണ്ട ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആർക്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ ഈ സാഹിർ വില പോയിട്ടില്ല. അതേപോലെ തന്നെ ഷാഹിർ, കവി എന്നവർ പറഞ്ഞിട്ടുണ്ട്. കവി എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ച് വളർന്ന ആളാണ്. കവികൾ ആര് എന്നുള്ളത് മക്കക്കാർക്ക് അറിയാം, പ്രത്യേകക്കാർക്കും അറിയാം, സാധാരണക്കാർക്കും അറിയാം. മനസ്സിലല്ലേ? ആ കവികളുടെ ഒരു ലക്ഷണം ആരിൽ കണ്ടിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ കാഹിൻ, ജ്യോത്സ്യൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ജ്യോത്സ്യന്മാരുടെ പരിപാടികളൊക്കെ ആർക്കറിയാം? ഈ സാധാരണക്കാർക്ക് അറിയാം. കാരണം ഈ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരാണ് അവർ അവരുടെ വിഷയങ്ങളിലും. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യന്മാരെന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ജ്യോത്സ്യൻ പരിപാടിയും എന്തെങ്കിലും ആരോപണവും അത്ര വേശിയിട്ടില്ല. അതേപോലെ തന്നെ അവർ പറഞ്ഞ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അതൊന്നും വല്ലാതെ വേശിയിട്ടില്ല. പക്ഷേ അവർ ജുനൂൻ എന്ന് പറഞ്ഞപ്പോൾ, ഭ്രാന്തൻ എന്ന് പറഞ്ഞപ്പോൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന വർത്താനുണ്ടല്ലോ, ഇതിനെക്കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിന്ന് ബാധയേറ്റതാണ്, അതേപോലെ തന്നെ മാനസികമായ ഭ്രമം സംഭവിച്ചതാണ് എന്നുള്ളത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പ്രചണ്ഡമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നോക്കി നിങ്ങൾ സൂറത്ത് നൂൻ വൽ ഖലം, നൂൻ വൽ ഖലം ആദ്യമായി ഇറങ്ങിയ സൂറത്തുകളിൽപ്പെട്ടതാണ്. ഇഖ്റ ബിസ്മി സൂറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആ തുടർച്ചയിൽ ഇറങ്ങിയ ആദ്യകാലത്ത് ഇറങ്ങിയ സൂറത്താണ് നൂൻ വൽ ഖലം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഉണ്ടോ. അപ്പോൾ അന്ന് മുതൽ പറഞ്ഞതാണെന്ത്, മജ്നൂൻ, ഭ്രാന്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അവർ ഭ്രാന്ത് ആരോപിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അള്ളാഹു ഈ പ്രാപഞ്ചിക വസ്തുക്കളെ മുഴുവൻ പിടിച്ച് സത്യം ചെയ്യാൻ, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അള്ളാഹു ആ സത്യം ചെയ്തതിന് ശേഷമാണ് പറയുന്നത് മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, ഒരിക്കലും താങ്കൾ മജ്നൂൻ അല്ല എന്നുള്ള വിഷയം. അതേപോലെ തന്നെ സൂറത്തു തക്വീർ, സൂറത്ത് തക്വീർ ആദ്യകാലത്ത് ഇറങ്ങിയ സൂറത്താണ്. ആ തക്വീറിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون. കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ട് സത്യം ചെയ്ത് ഉറപ്പിച്ചിട്ട് പറയാണ് മാ സാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ സാഹിബ ആരല്ല, മജ്നൂനല്ല, ഭ്രാന്തനല്ല എന്ന് പറയുന്നത്. കാരണം അവർ തുടക്കം മുതൽ അവർ പിന്നെ പറഞ്ഞിരുന്നൊരു വിഷയമാണെന്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിഹി ജിന്നത്തുൻ, റസൂലുള്ളാഹിക്ക് ഭ്രാന്തുണ്ട്, ജിന്ന് ബാധയേറ്റിട്ടുണ്ട്, മാനസിക ഭ്രമമുണ്ട് എന്നുള്ള വിഷയം. വഖാലു മുഅല്ലമുൻ മജ്നൂൻ, വഖാലു മുഅല്ലമുൻ മജ്നൂൻ, മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തിൽപ്പെട്ടതാണ് അത്. അവർ പറഞ്ഞിരുന്നു ആരോ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, പിന്നെ മജ്നൂനാണ്. അപ്പോൾ ഈ ജുനൂൻ ആരോപണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ട് ആരോപിച്ചിരുന്നു. ആളുകളെ എന്ത് ചെയ്തിരുന്നു, അവർ പരമാവധി ഈ ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകറ്റാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് പാരായണം ചെയ്യുന്നത് കേൾക്കാതിരിക്കാനും വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഈ ഇയാദ് അല്ലേ, ഇയാദുൽ മദനിയോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജുനൂനാണെന്ന് പറയാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകളോട് പറഞ്ഞത് ജുനൂനാണ്.
അപ്പോഴാണ് പറയുന്നത് ജുനൂൻ, ഞാൻ ജുനൂനെ ചികിത്സിക്കുന്ന ആളാണല്ലോ, എന്നാൽ ഞാനൊന്ന് ചികിത്സിക്കാൻ പോയോക്കട്ടെ എന്ന് പറയുന്നത്. അപ്പോഴാണ് നിസ്ലാസന്മാർ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജുനൂനാണ്, ഭ്രാന്താണെന്ന് പറയുന്ന മക്കാർ, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റുഖിയ നടത്താം എന്ന് പറയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നിട്ട് എന്താണ് അനുഭവങ്ങൾ എന്ന് പറയാണ് ഈ ചികിത്സകൻ ഇയാദുൽ അസദിയോ മദനിയോ ഏതായാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദി എന്നുള്ളത് ഇങ്ങനെ സുന്ദരമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ മൂപ്പർ പറയുന്നത് ആഇദ അലയ്യ, ഇനിയും പറയാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. 3 പ്രാവശ്യം ആവർത്തിച്ചിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, ഇത് ഭ്രാന്തല്ല, കൈ നീട്ടാൻ പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദ്ദേഹം ബൈഅത്ത് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ആരോപണം, ഈ ജുനൂൻ എന്നുള്ള ആരോപണം അവർ ശരിക്കും മക്കയിൽ എന്തായിരുന്നു പാട്ടാക്കിയിരുന്നു. അത് അവർ വലിയൊരു ആയുധമായിട്ട് കൊണ്ടുനടന്നിരുന്നു. എന്നാൽ അവർ പറഞ്ഞിരുന്ന മറ്റ് ആരോപണങ്ങൾ പലതും ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ജ്യോത്സ്യൻ, മാരണമേറ്റം, ഇങ്ങനെയൊക്കെ. ഇതൊക്കെ ഏത് സാധാരണക്കാരനും അന്ന് ശരിക്ക് എന്താണ് പരിചിതമായൊരു വിഷയമാണ്. കാരണം അവർക്കറിയാം ഒരാൾ ജ്യോത്സ്യനാകാൻ, ഒരാൾ മരണക്കാരനാകാൻ എന്തൊക്കെ വേണം. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അളവിൽ അവരെ അനുഭവിച്ചിട്ടും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ ഇത് അവർ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവർക്ക് റസൂലുള്ളാഹി മജ്നൂനല്ല എന്നുള്ളത് അവർക്കറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വചനങ്ങളൊക്കെ ഓതി ആളുകളെ ഉപദേശിക്കുകയും മക്കക്കാർ ബോധപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ഭ്രാന്തൻ എന്ന പോലെ പെരുമാറുകയും ചെയ്തപ്പോൾ പാമരന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ പെട്ടുപോയിട്ടുണ്ട്, പലരും പെട്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകക്കാരെയും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നത്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് നിൽക്കുകയും ഒന്ന് പണിയെടുക്കുകയും എന്നിട്ട് നിങ്ങൾ 2 പേരോ അല്ലെങ്കിൽ നീ തനിച്ചോ ഒന്ന് ചിന്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് മാബി സാഹിബിക്കും മിൻ ജിന്നത്തിൻ, മാബി സാഹിബിക്കും, നിങ്ങളുടെ സാഹിബിനില്ല ഒരിക്കലും ആണ് ബി തൗക്കീദിന് വേണ്ടിയാണ്. മാ ബി സാഹിബിക്കും, നിങ്ങളുടെ സാഹിബിന് ഇല്ല, മിൻ ജിന്നത്തിൻ, ഒരു ജിന്നത്തും, ഒരു തരം ഭ്രാന്തുമില്ല, ഒരു തരം മാനസികമായ ഭ്രംശമോ ഇല്ല. അതാണ് ജിന്നത്ത്. ഈ ജുനൂനുണ്ടല്ലോ, ജുനൂന് ഫുനൂൻ, ഭ്രാന്ത് പല കോലത്തിലല്ലേ. ഒരു തരത്തിലുള്ള ജിന്നത്തും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. പിന്നെ ആരാ നിങ്ങളുടെ ഈ സാഹിബ്? ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഇൻ ഹുവ, അദ്ദേഹം അല്ല, ഇല്ലാ നദീറുൻ, ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ, ലക്കും, നിങ്ങൾക്ക്, എവിടെ? ബൈന യദൈ അദാബിൻ ഷദീദ്. അദാബിൻ ഷദീദ് എന്ന് പറഞ്ഞാൽ കൊടിയ ദണ്ഡനം, വലിയ കൊടിയ ശിക്ഷ, ശക്തമായ ശിക്ഷ. ബൈന യദൈ എന്ന് പറഞ്ഞാൽ അതിന് മുന്നോടിയായി, ബൈന യദൈ മുന്നോടിയായി, മുന്നിൽ എന്നതിനെ ആണ് ബൈന യദൈ എന്ന് പ്രയോഗിക്കുക. പക്ഷെ അത് ഖരീബാകുമ്പോൾ, അടുത്താകുമ്പോൾ ഖബിൽ എന്നതിന് പകരമാണ് ബൈന യദൈ. ഖബിൽ എന്ന് പറഞ്ഞാൽ മുമ്പ്. ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും, നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ അല്ല അദ്ദേഹം. ബൈന യദൈ അദാബിൻ ഷദീദ് എന്ന് പറഞ്ഞാൽ ഖബല അദാബിൻ ഷദീദാണ്, കൊടിയ ശിക്ഷക്ക് മുമ്പ്. പക്ഷെ ഖബല എന്നല്ല പ്രയോഗിച്ചത്, എന്താ പ്രയോഗിച്ചത്? ബൈന യദൈ എന്നാ പ്രയോഗിച്ചത്. എന്തിനാ ഖബലക്ക് പകരം ബൈന യദൈ പ്രയോഗിച്ചത്? ബൈന യദൈ എന്ന് പറഞ്ഞാൽ, യദ് പറഞ്ഞാൽ എന്താ? കൈ. യദൈന് പറഞ്ഞാൽ 2 കൈ, യദൈ 2 കൈയാണ്. അതിന് ഇടയിൽ നിന്നാണ്, 2 കൈയിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ സ്ഥലം. അതാണ് മുമ്പ് എന്നതിന് പകരം ഇവിടെ പ്രയോഗിച്ച്. അതെന്തിനാ? അടുത്ത് എന്ന അർത്ഥം കിട്ടാനാണ്. അടുത്ത് സംഭവിക്കാനുള്ളതാണ് എന്ത്? ഈ അദാബുൽ ഷദീദ്. അദാബുൽ ഷദീദ് കൊണ്ട് ഉദ്ദേശം പരലോകമാണ്. പരലോകം വന്നണയുന്നതിന് മുമ്പ് എന്നാണ്. പരലോകം എന്ന് പ്രയോഗിച്ചില്ല, അതിന് പകരം എന്താ പറഞ്ഞത്? അദാബുൽ ഷദീദ് എന്നാണ് പറഞ്ഞത്. കാരണം പരലോകത്ത് ഇത്തരം ആളുകൾക്ക് എന്താണ്? അദാബുൽ ഷദീദാണ്, കൊടിയ ശിക്ഷയാണ്. അതിന് മുമ്പ് എന്നുള്ളതിന് ഖബൽ എന്ന് പ്രയോഗിച്ചില്ല, ബൈന യദൈ എന്ന് പ്രയോഗിച്ചത് ഈ പരലോകം സംഭവിക്കുക എന്നുള്ളത് എന്താണ്? അതിൻ്റെ സംഭവ്യത വളരെ അടുത്താണ്. ഒരാളുടെ കൈകൾക്ക് ഇടയിൽ എന്ന് പറഞ്ഞെങ്കിൽ അയാളോട് എത്ര ചേർന്നാണ് ആ സ്ഥലം, അതേപോലെയാണ് അന്ത്യനാൾ സംഭവിക്കുന്നത് എന്നുള്ളത് യോജിപ്പിക്കാനാണ് ഈ ബൈന യദൈ എന്ന് ഖബലക്ക് പകരം പ്രയോഗിച്ചത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒറ്റയായോ അല്ലെങ്കിൽ 2 പേർ ചേർന്നോ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മാ ബി സാഹിബിക്കും മിൻ ജിന്നത്തിൻ,
നിങ്ങളുടെ സാഹിബിന് ഒരു തരം ജുനൂനും ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടും. പിന്നെന്ത് ബോധ്യപ്പെടും? ഇൻഹുവ ഇല്ലാ നദീറുൻ, അദ്ദേഹം ഒരു മുന്നറിയിപ്പുകാരനല്ലാതെ മറ്റൊന്നുമല്ല എന്നതും ബോധ്യപ്പെടും. ആ മുന്നറിയിപ്പുകാരൻ ലക്കും, നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ്. എവിടെ? ബൈനയദൈ അദാബിൻ ഷദീദിൻ, കഠിനമായ ഒരു ശിക്ഷ വരുന്നതിന് മുമ്പായി, ആ വരുന്നത് തൊട്ട് അടുത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ് ആ പ്രയോഗത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ചില കാര്യങ്ങൾ പറയാണ്ട്, നമുക്ക് അടുത്ത ആഴ്ചയിൽ അത് പൂർത്തീകരിക്കാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.